ഗായ്സ്, വെൽക്കം ബാക്ക് ടു റോഷസ് വേൾഡ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ഫുഡ് ഫെസ്റ്റിന് പോവാട്ടോ. അപ്പോൾ നൈറ്റാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അരീക്കോട് നിന്നാണ് കേട്ടോ. ഓറിയൻ്റ് സ്കൂളിലാണ്. അപ്പോൾ ഓറിയൻ്റ് സ്കൂളിലാണ് എൻ്റെ കസിൻ പഠിക്കുന്നത്. അപ്പോൾ ഓൻ അവിടെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ അവിടെ ഓന് പറഞ്ഞ് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതാണ്. സത്യം പറയാല്ല, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അവിടെ. നിങ്ങൾ നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫുള്ള് കാറും ബസ്സും ആയിട്ട് ഫുള്ള് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ബ്ലോക്കിൻ്റെ ഇടയിലൂടെ നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി വെച്ചിരുന്നത് പാലത്തിൻ്റെ അപ്പുറം സൈഡായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടി എടുത്ത് പോകുന്ന എന്തായാലും നമ്മൾ അവിടെ എത്തൂലെന്ന്, എന്തായാലും അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അത്രയ്ക്കും ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുള്ള് തിരക്കഴിഞ്ഞ് അവസാനം ഞങ്ങൾ അവിടെ എത്തി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന് പോയായിരുന്നു. കാരണം കൈ വിട്ടാൽ ഞങ്ങൾ പോലേക്ക് ഓരോ സ്ഥലത്തേക്ക് പിന്നെ തിരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റാളിൽ പോയി ഇങ്ങനെ നോക്കി എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത് നോക്കി. പിന്നെ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ കഴിക്കാൻ കഴിയില്ല. ചെറിയ സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഗുലാബ് ജാമ്, പുഡിങ് അങ്ങനെ ചെറുത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. കാരണം വലിയ വാങ്ങാനൊന്നും കഴിഞ്ഞില്ല. അത്രയ്ക്ക് ജനങ്ങളായിരുന്നു അവിടെ. പിന്നെ ഗൈസ്, ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയിരുന്നു. കാരണം ഈ ലൈറ്റ് ഫുള്ള് ഇങ്ങനെ ഓരോ ഡിസൈനിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ കപ്പൽ, സ്റ്റാർ, അങ്ങനെ ഓരോ ഷേപ്പിൽ ലൈറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ അതും കഴിയത്തി. നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാ സ്റ്റാളിലും പോയി നോക്കി. പിന്നെ കസിനെ കണ്ട് അങ്ങനെ പിന്നെ കുറേ ഫാമിലി ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ ഫാമിലി ഞങ്ങൾ കണ്ടിട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ സ്റ്റാളിലും പോയി നോക്കുകയാണ് കേട്ടോ. ഓരോ സ്റ്റാളിലും പ്രത്യേക ഓരോ തരം വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാളിൽ തന്നെ ഇപ്പോൾ മന്തി ഉണ്ടായിരുന്നു, കരിമീൻ പൊരിച്ചത്, അങ്ങനെ ക്രാബ് ചെയ്തത്, ഫുൾ അങ്ങനെ പലതരം ഫുഡായിരുന്നു ഓരോ സ്റ്റാളിലും ഉണ്ടായിരുന്നത്. പുഡിങ് ഉണ്ടായിരുന്നു, അതുപോലെ കേക്ക്, ഡോണറ്റ്, പിന്നെ ഇപ്പോൾ ചിക്കൻ തിന്നാൻ പോലെ ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റാളിലും ഓരോ ഡിസൈനിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ്. പിന്നെ അവിടെ ഈന്തപ്പൊടി, പഴം കഞ്ഞി, കപ്പ ബിരിയാണി, ഇങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ കുറേ കുട്ടികൾ നമ്മളിങ്ങനെ വിളിക്കും കേട്ടോ. ഫുഡ് വേണം, ഫുഡ് ഇങ്ങനെ അതിൻ്റെ സ്പെഷ്യൽ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ വിളിക്കും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ പോയി അവിടുത്തെ കുറേയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഓരോന്നിനും ഓരോ വിലക്കാണ് കേട്ടോ വിൽക്കുന്നത്. ഇപ്പോൾ പുഡിങ്ങിനാണെങ്കിൽ അങ്ങനെ ഓരോ വിലക്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ അമ്മോനെ കണ്ടിട്ടോ. അമ്മോൻ്റെ പേര് റിജു എന്നാണ്. ഞങ്ങൾ വിളിക്കൽ റിജു എന്നാ. അപ്പോൾ ഓനെ കണ്ട് കുറേ സംസാരിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറേ വാങ്ങി തന്ന്. പിന്നെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങിയിട്ടോ. കാരണം അത്രയ്ക്ക് തിരക്കായി നമുക്ക് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ ഒന്നും കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പുറത്തുനിന്ന് പോയി കഴിച്ചതാട്ടോ. ഏതൊരു ഹോട്ടലിൽ പേരൊക്കെ ഓർമ്മയില്ല. നമ്മൾ പുറത്തത്തെ ഒരു ഹോട്ടലിൽ പോയിട്ട് എല്ലാവരും ലൈം ജ്യൂസ് അവിടെ കുടിച്ച് അപ്പോൾ സമാധാനമായിട്ട്. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ വന്ന് ഇങ്ങോട്ടൊന്ന് ഈ ലൈം ജ്യൂസ് അവിടെ കുടിച്ചപ്പം ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.